ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് PSC ഇനിയുള്ള എക്സാമുകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഓരോന്നായിട്ട് നോക്കാം. തന്നിരിക്കുന്ന ലിസ്റ്റ് 1 എന്താണ്? നാടൻ ദൃശ്യ കലാരൂപങ്ങളാണ്. ലിസ്റ്റ് 2 എന്ന് പറയുന്നത് അത് നിലവിലുള്ള സംസ്ഥാനങ്ങളുമാണ്. ഇതിനെന്തിനാണ് നമ്മൾ ചേരുംപടി ചേർക്കണം. ആദ്യത്തെ ലിസ്റ്റിലുള്ളത് ഭാവോന, സ്വാങ്, ജാത്ര, ഭാവൈ. ഇത് ദൃശ്യ കലാരൂപങ്ങളാണ്. ഇനി അത് ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണെന്നുള്ളതാണ്. ഹരിയാന, ഗുജറാത്ത്, അസം, ബംഗാൾ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഭാവോന എന്ന് പറയുന്നത് ഇവിടുത്തെ കലാരൂപമാണെന്നറിയാമോ? ഭാവോന എന്ന് പറയുന്നത് അസമിലതാണ് കേട്ടോ. ഭാവോന ഏതാണ്? അസമാണ്. സ്വാങ് ആണെങ്കിലോ അത് സ്വാങ് ഹരിയാനയാണ്. സ്വാങ് ഏതാണ്? ഹരിയാന. അടുത്തത് ജാത്ര ബംഗാളാണേ. ഭാവൈ എന്ന് പറയുന്നത് ഗുജറാത്തിലേതാണ്. അപ്പോൾ ഒന്നുകൂടി പറയാം. ഭാവോന അസമാണ്, സ്വാങ് ഹരിയാന, ജാത്ര ബംഗാൾ, ഭാവൈ ഗുജറാത്ത്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ബി ആണ് ശരിയായിട്ടുള്ള ഓപ്ഷനായിട്ട് വരുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സ് ഒക്കെ നോക്കാം. മഹാഭാരത രാമായണ കഥകൾ പ്രമേയമായ യക്ഷഗാനം എന്ന നാടോടി കലാരൂപം അതെവിടെയാണ്? അത് കർണാടകത്തിലാണ്. യക്ഷഗാനം എന്ന നാടോടി കലാരൂപം കർണാടകത്തിലാണ്. അത് കേരളത്തിൽ എവിടെയാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ അത് എവിടെയാണ്? കാസർഗോഡ് ജില്ലയിലാണ് ഉള്ളത്. തമിഴ്നാട്, ശ്രീലങ്ക എന്നിവിടങ്ങളിൽ നിലവിലുള്ള തെരുവു നാടകരൂപമാണ് തെരുക്കൂത്ത് എന്ന് പറയുന്നത്. അതെവിടെയാണ്? തമിഴ്നാടും ശ്രീലങ്കയിലുമാണ് ഈ തെരുക്കൂത്തുള്ളത്. ഇനി കേരളത്തിലെ തൃശ്ശൂർ, പാലക്കാട് ജില്ലകളിൽ നിലവിലുള്ള നാടൻ ദൃശ്യ കലാരൂപമാണ് ഇത് പൊറാട്ട് നാടകം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പാലക്കാടൊക്കെ ഉള്ളതാണ് ഇത് തോൽപ്പാവക്കൂത്ത് എന്ന് പറയുന്നത്. അടുത്ത നോക്കിയാൽ ഹരിയാന, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നിലവിലുള്ള ആംഗികാഭിനയ പ്രാധാന്യമുള്ള കലാരൂപമാണ് സ്വാങ്. അസമിൽ പ്രചാരത്തിലുള്ള ഭാവോ എന്ന കലാരൂപം ആരംഭിച്ചത് മഹാപുരുഷ ശ്രീമന്ത ശങ്കര ദേവനാണ്. അടുത്തത് കേന്ദ്ര സാഹിത്യ അക്കാദമി നിലവിൽ വന്ന വർഷം എത്രയാണെന്ന്. കേന്ദ്ര സാഹിത്യ അക്കാദമി നിലവിൽ വന്ന എന്നാണ്? 1954 ന്യൂഡൽഹിയിലെ രബീന്ദ്ര ഭവൻ ആണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം. അപ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയിലെ രബീന്ദ്ര ഭവൻ. കേന്ദ്ര സാഹിത്യ അക്കാദമിയെ കൂടാതെ കേന്ദ്ര സംഗീത നാടക അക്കാദമി, കേന്ദ്ര ലളിതകലാ അക്കാദമി എന്നിവയുടെ ആസ്ഥാനവും രബീന്ദ്ര ഭവനാണ്. 1956 കേരള സാഹിത്യ അക്കാദമി നിലവിൽ വന്നത്. കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? തൃശ്ശൂരാണ്. 1958 ഇതിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരത്ത് നിന്നും തൃശ്ശൂരിലേക്ക് മാറ്റിയത്. കെ സച്ചിദാനന്ദനാണ് നിലവിൽ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ്. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? സർദാർ KM പണിക്കർ ആയിരുന്നു. അടുത്ത് നോക്കിയേ, പുൽക്കോട്ടിൽ നടക്കുന്ന ഏക ഗ്രാൻഡ് സ്ലാം ടൂർണമെൻറ്റ് ഏതാണ്? പുൽക്കോട്ടിൽ നടക്കുന്ന ഏക ഗ്രാൻഡ് സ്ലാം ടൂർണമെൻ്റ് ആണ് ഏത്? വിംബിൾട്ടൺ. ഏതാണ്? വിംബിൾട്ടൺ. ഏറ്റവും പഴക്കം ചെന്ന ഗ്രാൻഡ് സ്ലാം ടൂർണമെൻ്റ് എന്ന് ചോദിച്ചാലും അത് വിംബിൾട്ടൺ ആണ്. 1877 വിംബിൾട്ടൺ ടൂർണമെൻറ്റ് ആരംഭിച്ചത്. ഇംഗ്ലണ്ടിലെ വിംബിൾട്ടൺ എന്ന നഗരത്തിലെ ഓൾഡ് ഇംഗ്ലണ്ട് ക്ലബിലാണ് ടൂർണമെൻറ്റ് നടക്കുന്നത്. ഒരു വർഷത്തിൽ ആദ്യം നടക്കുന്ന ഗ്രാൻഡ് സ്ലാം ഏതാണ്? ഓസ്ട്രേലിയൻ ഓപ്പൺ ആണ്. ഒരു വർഷത്തിൽ അവസാനം നടക്കുന്നതോ അത് US ഓപ്പൺ ആണ്. കളിമൺ കോർട്ടിൽ നടക്കുന്നത് ഏതാണെന്നറിയാമോ? അത് ഫ്രഞ്ച് ഓപ്പൺ ആണ്. US ഓപ്പൺ, ഓസ്ട്രേലിയൻ ഓപ്പൺ എന്നീ ടൂർണമെൻറ്റുകൾ നടക്കുന്നത് ഹാർഡ് കോർട്ടിലാണ്. പുൽക്കോർട്ട്, കളിമൺ കോർട്ട്, ഹാർഡ് കോർട്ട് എന്നീ മൂന്ന് പ്രതലങ്ങളിൽ നടന്നിട്ടുള്ള ഏക ഗ്രാൻഡ് സ്ലാം ടൂർണമെൻറ്റാണ് US ഓപ്പൺ. 4 ഗ്രാൻഡ് സ്ലാം ടൂർണമെൻറ്റുകൾ ഏറ്റവും അവസാനം ആരംഭിച്ച ടൂർണമെൻറ്റാണ് ഇത്? ഓസ്ട്രേലിയൻ ഓപ്പൺ എന്ന് പറയുന്നത്. 1905 ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് ആരംഭിച്ചത്. അടുത്തത്, കേരളത്തിൽ നിന്ന് രാജ്യാന്തര പദവി ലഭിച്ച ആദ്യ തീർത്ഥാടന കേന്ദ്രം ഏതെന്നാണ്? കേരളത്തിൽ നിന്ന് രാജ്യാന്തര പദവി ലഭിച്ച ആദ്യ തീർത്ഥാടന കേന്ദ്രമാണ് ഇത്? മലയാറ്റൂർ പള്ളി. എറണാകുളം ജില്ലയിൽ പെരിയാറിൻ്റെ തീരത്താണ് മലയാറ്റൂർ പള്ളി സ്ഥിതി ചെയ്യുന്നത്. നിലവിളക്ക് കൊളുത്തിവെക്കുന്ന കേരളത്തിലെ ഏക മുസ്ലിം പള്ളി ഏതാണെന്ന് ചോദിച്ചാൽ അത് കൊടുങ്ങല്ലൂർ ചേരമാൻ ജുമാ മസ്ജിദ് ആണ്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ക്രിസ്ത്യൻ പള്ളികളിലൊന്നായ പുത്തൻപള്ളി എവിടെയാണ്? അത് തൃശ്ശൂർ ജില്ലയിലാണ്. പോർച്ചുഗീസുകാരാണ് എറണാകുളം ജില്ലയിലെ വല്ലാർപാടം പള്ളി നിർമ്മിച്ച വിദേശ ശക്തി.
ഏത് രോഗത്തെയും ശമിപ്പിക്കാൻ കഴിയുന്നതെന്ന് വിശ്വസിക്കപ്പെടുന്ന ജലം ലഭിക്കുന്ന മരുന്ന് കിണർ എന്ന ജലസംഭരണി സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്തെ ഭീമാപള്ളിയിലാണ്. പള്ളികളുടെ നഗരം എന്നറിയപ്പെടുന്ന കേരളത്തിലെ സ്ഥലം ഏതാണെന്നറിയാമോ? മലപ്പുറം ജില്ലയിലെ പൊന്നാനിയാണ്. 2015 യുനെസ്കോയുടെ ഏഷ്യ പസഫിക് ഹെറിറ്റേജ് അവാർഡ് ഓഫ് എക്സലൻസ് ലഭിച്ച ക്ഷേത്രമാണ് തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രം. കേരളത്തിലെ ഏക സൂര്യക്ഷേത്രമാണ് കോട്ടയം ജില്ലയിലെ ആദിത്യപുരം സൂര്യക്ഷേത്രം. ഇന്ത്യയിൽ ഏറ്റവും ആദ്യം നട തുറക്കുന്ന ക്ഷേത്രമാണ് കോട്ടയം ജില്ലയിലെ തിരുവാർപ്പ് ശ്രീകൃഷ്ണ ക്ഷേത്രം. AD 52 കേരളത്തിലെത്തിയ സെൻറ് തോമസ് സ്ഥാപിച്ചതായി കരുതപ്പെടുന്ന 7 പള്ളികളിൽ അരപ്പള്ളി സ്ഥാപിച്ചത് എവിടെയാണ്? തിരുവിതാംകോടാണ്. അടുത്ത് നോക്കിയേ, താഴെ തന്നിരിക്കുന്നതിൽ ശരിയായിട്ടുള്ള ജോഡി കണ്ടെത്താനാണേ. ദ സ്റ്റോൺ ബ്രേക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഓയിൽ പെയിൻറ്റിങ്സ് ആണ്. അത് ആരുടേതാണ്? ഗുസ്താവ് കൂർബയുടേതാണ്. ഏതാണ്? ഗുസ്താവ് കൂർബെ. അതെന്താണ്? ശരിയാണ്. അടുത്തത് ദ പെർസിസ്റ്റൻസ് ഓഫ് മെമ്മറി ആരുടേതാണ്? സാൽവദോർ ദാലിയുടേതാണ്. ദ പെർസിസ്റ്റൻസ് ഓഫ് മെമ്മറി സാൽവദോർ ദാലി. ദ ക്രിയേഷൻ ഓഫ് ആദം മൈക്കലാഞ്ചലോ. അതും എന്താണ്? ശരിയാണ്. അപ്പോൾ ഇതിനകത്ത് എല്ലാം എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. നോക്കിയേ, ഗുസ്താവ് കൂർബയുടെ ദ സ്റ്റോൺ ബ്രേക്കേഴ്സ് എന്ന ചിത്രത്തിൽ നിത്യജീവിതത്തിലെ ജനജീവിതത്തെ ചിത്രീകരിച്ചിരിക്കുന്നു. കാഴ്ചകളെയും സ്വപ്നങ്ങളെയും അനുഭവങ്ങളെയും ഭ്രമാത്മകമായി ചിത്രീകരിച്ചിരിക്കുന്നതാണ് സാൽവദോർ ദാലിയുടെ ദ പെർസിസ്റ്റൻസ് ഓഫ് മെമ്മറി. മൈക്കലാഞ്ചലോ ദ ക്രിയേഷൻ ഓഫ് ആദം എന്ന ചിത്രത്തിലൂടെ മനുഷ്യത്വത്തിൻ്റെ ദൈവിക സൃഷ്ടി ചിത്രീകരിച്ചിരിക്കുന്നു. അടുത്തത് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിഗണിച്ചിട്ട് വ്യക്തിയെ തിരിച്ചറിയാനാണ്. കേരള കലാലയം എന്ന ഡാൻസ് സ്കൂൾ ആരംഭിച്ചു. മോഹിനിയാട്ടം ചരിത്രവും ആട്ടപ്രകാരവും എന്ന പുസ്തകം രചിച്ചു. കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. കലാമണ്ഡലം സരസ്വതിയാണോ? കലാമണ്ഡലം കല്യാണിക്കുട്ടി അമ്മയാണോ? കലാമണ്ഡലം സത്യഭാമയാണോ? കലാമണ്ഡലം ക്ഷേമാവതിയാണോ? ഇതിനകത്ത് ആരാണ്? കലാമണ്ഡലം കല്യാണിക്കുട്ടി അമ്മയാണ്. ആൻസർ കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ. നോക്കിയേ, കേരള കലാലയം എന്ന ഡാൻസ് സ്കൂൾ ആരംഭിച്ചു എന്നാണ് 1952 ആരംഭിച്ചത്. മോഹിനിയാട്ടം ചരിത്രവും ആട്ടപ്രകാരം എന്ന പുസ്തകവും രചിച്ചു. അപ്പോൾ മോഹിനിയാട്ടത്തിന് ഇന്നത്തെ ഒരു ക്ലാസിക്കൽ ഇതിലേക്ക് കൊണ്ടുവന്നതിന് വേണ്ടി പ്രയത്നിച്ച ആളാണ് കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം കിട്ടിയത് 1974 കേന്ദ്ര സംഗീത നാടക അക്കാദമി പുരസ്കാരം കിട്ടിയത് 1978 അപ്പോൾ ഇത്രയാണ് കലാമണ്ഡലം കല്യാണിക്കുട്ടി അമ്മയെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം. താങ്ക്